ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നളദമയന്തിമാരുടെ കഥയായിരുന്നു കുറച്ച് ദിവസം കൊണ്ട് നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ നളൻ ദമയന്തിയെ ഉപേക്ഷിച്ച് ആ കാട്ടിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ഭാഗം വരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ദമയന്തി ഉണർന്നു നോക്കിയപ്പോൾ നളനെ കണ്ടില്ല. ആ കാട്ടിൽ താൻ ഒറ്റയ്ക്കായിരിക്കുന്നു. നളനെ കാണാതായപ്പോഴേക്കും ദമയന്തി നളനെ വിളിച്ച് വാവിട്ട് നിലവിളിക്കുന്നു. രാജാവേ, എവിടെയാണ്? എനിക്ക് പേടിയാകുന്നു. എന്നെ ഈ കാട്ടിൽ ഉപേക്ഷിച്ചിട്ട് അങ്ങ് പോയോ? അങ്ങനെയൊക്കെ പറഞ്ഞ് എന്തു ചെയ്യുന്നു? ഞാനിനി എന്ത് ചെയ്യും? അങ്ങനെയൊക്കെ പറഞ്ഞ് എന്തു ചെയ്യാണ്? ഇങ്ങനെ കരയുകയാണ്. അങ്ങനെ കുറേ നേരം നളനെ നോക്കി നടന്നിട്ടും എങ്ങും കാണുന്നില്ല. അങ്ങനെ പരിസരം മറന്ന് ദമയന്തി നടക്കുകയാണ്. അങ്ങനെ നടന്ന് ഏറ്റവും അവസാനം ദമയന്തി ആരുടെ മുമ്പിൽ പെട്ടു? ഒരു പെരുമ്പാമ്പിൻ്റെ മുമ്പിൽ പെട്ടു. ഈ പെരുമ്പാമ്പാണ് തൻ്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന് പോലും, പെരുമ്പാമ്പിൻ്റെ മുമ്പിലാണ് താൻ ഈ വന്ന് നിൽക്കുന്നതെന്ന് പോലും ദമയന്തിക്ക് ഒരു ബോധമുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ പെരുമ്പാമ്പ് എന്ത് ചെയ്തു? ദമയന്തിയെ ഇങ്ങനെ ചുറ്റി വരിഞ്ഞ് തിന്നാനായിട്ട് വായൊക്കെ ഇങ്ങനെ പൊറന്നു. ആ സമയത്ത് അപ്പോഴാണ് ദമയന്തിക്ക് മനസ്സിലാകുന്നത് ഈ പെരുമ്പാമ്പ് തന്നെ ഇങ്ങനെ വിഴുങ്ങാൻ പോവുകയാണ്. ഉടനെ തന്നെ നളനെ വിളിച്ച് ദമയന്തി ഇങ്ങനെ കരയാൻ തുടങ്ങുന്നു. അങ്ങനെ ഈ കരച്ചിൽ ആരുടെ ചെവിയിൽപ്പെട്ടു? ഒരു വേടൻ്റെ ചെവിയിൽപ്പെട്ടു. ഈ വേടൻ ഓടി വന്നിട്ട് തൻ്റെ മൂർച്ചയേറിയ വാളുകൊണ്ട് ഈ പാമ്പിനെ കൊന്നിട്ട് ദമയന്തിയെ രക്ഷിക്കുന്നു. അതിനുശേഷം ഈ വേടൻ ദമയന്തിയോട് ചോദിക്കുകയാണ്, സുന്ദരി, നീ ആരാണ്? നീ എങ്ങനെയാണ് ഇവിടെ വന്ന് പെട്ടത്? എന്തുകൊണ്ടാണ് നീ ഇവിടെ വന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു. അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ദമയന്തി തൻ്റെ കഥയൊക്കെ ഈ വേടനെ പറഞ്ഞു കേൾപ്പിക്കുകയാണ്. അപ്പോൾ പക്ഷേ ഈ വേടന് എന്ത് ചെയ്യുന്നു? ദമയന്തിയുടെ ഈ സൗന്ദര്യവും ഒക്കെ കണ്ടപ്പോഴത്തേക്കും വേടൻ ദമയന്തിയെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന വേടനെ ദമയന്തി ശപിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, എൻ്റെ ഹൃദയത്തിൽ നിഷിത രാജാവായ നളനല്ലാതെ മറ്റാരുമില്ല. അത് സത്യമാണെങ്കിൽ ഇവൻ എന്ത് ചെയ്യട്ടെ? ഈ വേടൻ ചത്ത് നിലം പതിക്കട്ടെ എന്ന് ദമയന്തി പറയുകയാണ്. അപ്പോൾ ദമയന്തിയുടെ ആ ശാപവചനം ഫലവത്താവുകയും വേടൻ ഉടൻ തന്നെ മറിഞ്ഞു വീണ് മരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ കാട്ടാളൻ മരിച്ചതിന് ശേഷം നളനെ അന്വേഷിച്ച് ദമയന്തി ആ ഘോര വനത്തിലൊക്കെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. പക്ഷേ ദമയന്തിക്ക് എങ്ങും നളനെ കാണാനായിട്ട് പറ്റിയില്ല. അങ്ങനെ ദമയന്തി നടന്ന് ഒരു ആശ്രമത്തിൻ്റെ മുമ്പിൽ ചെന്നു. ആ ആശ്രമത്തിൻ്റെ മുമ്പിൽ ചെന്നപ്പോൾ ദമയന്തിക്ക് അല്പം ആശ്വാസമായി. കാരണം അതിനകത്ത് ഒരുപാട് തപസ്സികളൊക്കെ ഇരിക്കുന്നതായിട്ട് ദമയന്തി കാണുന്നു. ദമയന്തിക്ക് അല്പം ആശ്വാസമൊക്കെ ആയി. അങ്ങനെ ദമയന്തി ആ ആശ്രമത്തിനകത്തേക്ക് കടക്കുകയാണ്. ആ സമയത്ത് അതിനകത്ത് കുറച്ച് മഹർഷിമാരൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ മഹർഷിമാർ ചോദിക്കുകയാണ്, ആരാണ് ഭവതി? എന്തിനാണ് വന്നതെന്ന് ചോദിക്കുന്നു. ഉടനെ തന്നെ ദമയന്തി ഞാൻ ആരാണെന്നും എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുമൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഈ ഋഷിമാർ ദമയന്തിയോട് പറയുകയാണ്, ദേവി, ദുഃഖങ്ങളെല്ലാം അകന്ന് എത്രയും പെട്ടെന്ന് സുഖം അനുഭവിക്കുമെന്ന്, ഭഗവതിക്ക് സുഖമുണ്ടാകുമെന്ന് ഞങ്ങൾ ദിവ്യദൃഷ്ടിയിൽ കൊണ്ട് കാണുകയാണ്. അല്പ ദിവസത്തിനുള്ളിൽ തന്നെ, അതായത് കുറച്ച് കാലങ്ങൾക്കുള്ളിൽ തന്നെ നളനെ ദർശിക്കാൻ പറ്റും. അതിനുശേഷം നളരാജാവ് തൻ്റെ സ്വത്തുക്കളെല്ലാം തിരിച്ചെടുക്കുകയും എല്ലാവിധ സമ്പത്തോടും കൂടി നിഷിത ദേശത്ത് രാജാവായി വാഴുകയും ചെയ്യും. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ശത്രുക്കളെല്ലാം ഭയന്ന് വിറയ്ക്കുമെന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരം ഈ അനുഗ്രഹമെല്ലാം കിട്ടിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ദമയന്തി ഇങ്ങനെ നോക്കുമ്പോഴേക്കും ഈ തപസ്സന്മാരും ആശ്രമവും ഒക്കെ അപ്രത്യക്ഷമായിരിക്കുന്നതായിട്ട് കാണുന്നു. അപ്പോഴേക്കും ദമയന്തി വിചാരിക്കുന്നു, ഇത് എന്തോ സ്വപ്നം കണ്ടതാണോ? ഇങ്ങനെ വിചാരിച്ചിട്ട് ഒരു അശോക മരത്തിൻ്റെ ചോട്ടിൽ ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരം അശോക മരത്തിൻ്റെ ചോട്ടിൽ ഇങ്ങനെ കിടന്നിട്ടും നളനെ പറ്റിയൊക്കെ ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ച് കരഞ്ഞ് കിടക്കുകയാണ്. അങ്ങനെ കിടക്കുന്ന സമയത്ത് ഒരു വ്യാപാരി സംഘം ആ വഴി നടന്നു പോകുന്നത് ദമയന്തി കാണുകയാണ്. ആ വ്യാപാരികൾ സുബാഹു രാജാവിൻ്റെ ചേത് ദേശത്തേക്കാണ് പോകുന്നതെന്ന് ദമയന്തി ചോദിച്ച് മനസ്സിലാക്കുന്നു. അതിനുശേഷം ഇവരുടെ കൂട്ടത്തിൽ ദമയന്തിയും ഇങ്ങനെ നടന്നുപോയി. അങ്ങനെ ഈ വ്യാപാരികളുടെ കൂട്ടത്തിൽ പോയി ഏറ്റവും അവസാനം എവിടെ ചെന്ന് ചേരുന്നു? ഈ ചേത് ദേശത്ത് ചെന്ന് ചേരുന്നു. അങ്ങനെ ചേത് ദേശത്ത് ചെന്ന് ചേർന്നിട്ട്
ഈ ആ നഗരത്തിൻ്റെ ആ വീതിയിലൂടെ ദമയന്തി ഇങ്ങനെ നടന്നു പോവുകയാണ്. പക്ഷെ അപ്പോൾ ദമയന്തി വലിയ ദുഃഖത്തിലും വസ്ത്രമൊക്കെ കീറിപ്പറഞ്ഞും ഒരു വല്ലാത്ത ഒരു ഭ്രാന്തിയെ പോലെയാണ് ദമയന്തി ഇങ്ങനെ നടന്നു പോകുന്നത്. അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഈ കുട്ടികൾ, അവിടെയുള്ള കുട്ടികളൊക്കെ ഏതോ ഭ്രാന്തിയാണെന്ന് കരുതി ഈ ദമയന്തിയുടെ അടുത്തേക്ക് ഇങ്ങനെ വരികയും ഇങ്ങനെ അവരെ കുത്തി നോവിക്കുകയും കൂകി വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പക്ഷേ ദമയന്തി ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ആ വീതിയിലൂടെ ഇങ്ങനെ നടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ദമയന്തി രാജധാനിയുടെ വാതുക്കലെത്തിയപ്പോൾ ഏതോ ഭ്രാന്തിയായ സ്ത്രീയാണെന്നൊക്കെ കരുതിയിട്ടാണ് ജനമൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്. ആ സമയം ഈ രാജമാതാവ്, അതായത് ഈ ചേതി രാജ്യത്തെ രാജമാതാവ് ജനലിലൂടെ ദമയന്തിയെ നോക്കി കാണുന്നുണ്ടായിരുന്നു. ദമയന്തിയെ നോക്കി ആ രാജമാതാവ് പറഞ്ഞു, പിള്ളേർ പട്ടം കൂടി നിൽക്കുന്ന ആ സ്ത്രീ അവരെ ഉപദ്രവിക്കുന്നുണ്ടല്ലോ, ആ സ്ത്രീ അത്യന്തം ദുഃഖിതയാണെന്ന് തോന്നുന്നുണ്ടല്ലോ, അവളൊരു ആശ്രയം തേടി ഇവിടെ എത്തിയിരിക്കുകയാണെന്ന് തോന്നുന്നു, പക്ഷേ കുട്ടികളൊക്കെ അവരെ ഉപദ്രവിക്കുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഒരു തോഴിയോടെ രാജമാതാവ് പറഞ്ഞു, നീ പോയിട്ട് അവളെ ഇങ്ങ് കൂട്ടിക്കൊണ്ടുവാ, കണ്ടിട്ട് തന്നെ അതിസുന്ദരിയാണ്, അങ്ങനെ എന്തായാലും അവരെ ഇങ്ങനെ ഉപദ്രവിക്കാനായിട്ട് വരേണ്ട, എന്താ വിവരമെന്ന് നമുക്ക് അന്വേഷിച്ചറിയാമെന്നും പറഞ്ഞിട്ട് തോഴിയോട് പറയുന്നു കൂട്ടിക്കൊണ്ടുവരാൻ. അങ്ങനെ ദമയന്തിയെ കൂട്ടിക്കൊണ്ട് വന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, നീ ആരാണ്, നിനക്ക് അതിസുന്ദരിയാണല്ലോ, നീ ആരുടെ ഭാര്യയാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു. അപ്പോൾ ദമയന്തി പറയുകയാണ്, ഞാൻ സ്വന്തം ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്നില്ല. എന്നിട്ട് പറയുന്നു, ഞാനൊരു കുലീനിയാണ്, എനിക്ക് ഭർത്താവുണ്ട്, പക്ഷേ ഞാനൊരു ദാസിയുടെ ജോലിയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നു. അങ്ങനെ പറയുന്നു. അന്നേരം പറയുന്നു, നീ ഇവിടെ താമസിച്ചോളൂ എൻ്റെ അന്നേരം പറയുന്നു, എൻ്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചിട്ട് പോയി, ഞാൻ ഭർത്താവിനോട് സ്നേഹമുള്ളവളായിരുന്നു, എൻ്റെ ഭർത്താവിനും എന്നോട് സ്നേഹമുള്ള ആളായിരുന്നു, പക്ഷേ ചില സാഹചര്യങ്ങൾ കൊണ്ട് ഉപേക്ഷിച്ചു പോയി, എൻ്റെ ഭർത്താവിനെ അന്വേഷിച്ചിട്ട് ഞാനിങ്ങനെ നടക്കുകയാണെന്ന് പറഞ്ഞ് ഇങ്ങനെ കരയുന്നു. അപ്പോൾ പറയുന്നു, വിഷമിക്കേണ്ട, നീ ഇവിടെ തന്നെ താമസിച്ചോളൂ, എന്നിട്ട് നിൻ്റെ ഭർത്താവിനെ നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാം, അതിനുശേഷം ഭർത്താവ് വന്നു കഴിയുമ്പോൾ നീ തിരിച്ചു പൊക്കോളൂ എന്ന് പറയുന്നു. ഉടനെ ദമയന്തി പറയുകയാണ്, ഞാനിവിടെ താമസിക്കുകയൊക്കെ ചെയ്യാം, പക്ഷേ എനിക്ക് ചില വ്യവസ്ഥകളുണ്ട് എന്ന് പറയുന്നു. അന്നേരം ചോദിക്കുന്നു, എന്താണ് ആ വ്യവസ്ഥകളെന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു, ഞാൻ ഒരിക്കലും എച്ചിൽ ഭക്ഷിക്കുകയില്ല, ആരുടെയും കാൽ കഴുകുകയില്ല, പരപുരുഷന്മാരോട് ഒരു നിലയിലും സംസാരിക്കുക പോലുമില്ല, ആരെങ്കിലും എന്നോട് അവിഹിതമായി പെരുമാറിയാൽ അവരെ ശിക്ഷിക്കണം, ശിക്ഷ കഴിഞ്ഞും അവരത് ആവർത്തിച്ചാൽ അവരെ മൃത്യുവിനിരയാക്കണം, എന്നാൽ ഭർത്താവിനെ അന്വേഷിക്കുന്ന കാര്യത്തിൽ ഞാൻ ബ്രാഹ്മണരോട് സംസാരിക്കും, അമ്മ എൻ്റെ ഈ ആവശ്യം അംഗീകരിച്ചാൽ മാത്രമേ ഞാനിവിടെ നിൽക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പൊക്കോളാമെന്ന് പറയുന്നു. ഉടനെ രാജമാതാവ് ദമയന്തിയുടെ വാക്കുകൾ കേട്ട് അത്യന്തം സന്തോഷത്തോടു കൂടി പറഞ്ഞു, അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. തുടർന്ന് ആ അമ്മ തൻ്റെ മകൾ സുനന്ദയെ വിളിച്ചിട്ട് പറഞ്ഞു, മകളെ ഇതാ നോക്ക്, ഈ ദാസിയെ നീ ദേവിയായി കരുതിക്കൊള്ളണം, മാന്യതയിൽ ഇവൾ നിനക്ക് തുല്യമാണ്, അതുകൊണ്ട് സഖിയെന്നോണം ഇവളെ അന്തപുരത്തിൽ താമസിപ്പിച്ചു കൊള്ളുക, ഇവളെ സന്തോഷിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു വീഴ്ചയും വരുത്തരുത് എന്ന് പറയുന്നു. അങ്ങനെ സുനന്ദ സന്തോഷപൂർവ്വം ദമയന്തിയെ തൻ്റെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. തൻ്റെ പ്രതിജ്ഞയ്ക്കൊത്ത നിലയിൽ ദമയന്തി സുനന്ദയോടൊപ്പം ആ കൊട്ടാരത്തിൽ കഴിഞ്ഞുകൂടി. ഇനി നളൻ എന്ത് സംഭവിച്ചു എന്ന് നോക്കാം. അപ്പോൾ ദമയന്തിയെ ഉപേക്ഷിച്ചു പോയ നളൻ വളരെ ദൂരം പിന്നിട്ടിങ്ങനെ നടന്നു പോവുകയാണ്. അങ്ങനെ വനത്തിൻ്റെ ഒരു ഭാഗത്ത് എത്തിയപ്പോൾ കാട്ടുതീ പടർന്നു പിടിക്കുകയാണ്. അപ്പോൾ അങ്ങ് ദൂരെ നിന്നും ഒരു ദീനരോദനം നളൻ കേൾക്കുകയാണ്. ഹേ നളരാജാവേ, ഓടി വന്ന് എന്നെ രക്ഷിക്കണമേ എന്നായിരുന്നു ആ രോദനം. ആ വിളി കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് നളൻ ഉറക്ക വിളിച്ചു പറഞ്ഞു, പേടിക്കണ്ട, ഞാനിത് എത്തുന്നു എന്ന് പറഞ്ഞിട്ട് തീ ചാടിക്കടന്ന് ആ വിളി കേട്ട സ്ഥലത്തേക്ക് നളൻ ഓടിയെത്തി. അപ്പോൾ അവിടെ ആരാണെ കണ്ടത്? നാഗരാജനായ കാർക്കോടകൻ അവിടെ ചുരുണ്ട് കിടന്ന് നിലവിളിക്കുന്ന കാഴ്ചയാണ് നളൻ കണ്ടത്. നളനെ കണ്ട മാത്രയിൽ ആ നാഗൻ കൈകൂപ്പിക്കൊണ്ട് പറയുകയാണ്, രാജാവേ, ഞാൻ കാർക്കോടകൻ എന്ന പേരുള്ള ഒരു സർപ്പമാണ്. ഞാൻ തേജസ്വിയായ നാരദ ഋഷിയെ പണ്ട് ചതിച്ചിട്ടുണ്ട്. അന്ന് അദ്ദേഹം എന്നെ ശപിച്ചു. ആപത്തിൽപ്പെടുന്ന ഞാൻ നളൻ വന്ന് രക്ഷിക്കുന്നത് വരെ ഇപ്രകാരം തന്നെ കിടക്കണം. ആ ശാപബലത്താൽ എനിക്ക് ഇവിടെ നിന്നും ഒരു ഇഞ്ച് പോലും അനങ്ങാൻ കഴിയുന്നില്ല. ആ ശാപത്തിൽ നിന്നും എന്നെ മോചിപ്പിച്ചാൽ ഞാൻ അങ്ങേക്ക് ഗുണപരമായ കാര്യങ്ങൾ ചെയ്യാം, അങ്ങയുടെ മിത്രവുമായിരിക്കാം. ഇത്രയും ഭാരമുള്ള എന്നെ അങ്ങ് എടുത്ത് രക്ഷപ്പെടുത്തുമെന്ന് അങ്ങ് വിചാരിക്കേണ്ട. ഞാനിതാ ഒരു ചാൺ ദൈർഘ്യത്തിൽ ആയിത്തീർന്നു. നളൻ കാർക്കോടകനെ എടുത്ത് അഗ്നിബാധയ്ക്ക് വെളിയിൽ കൊണ്ടുവന്നു. എന്താ ഇതിൻ്റെ അർത്ഥം? അതായത് വലിയ രൂപത്തിലാണ് കാർക്കോടകൻ ഇരിക്കുന്നത്, പക്ഷെ ആ രൂപത്തിൽ നളന് ആ തീക്കകത്തൊന്നും എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഈ കാർക്കോടകൻ
കാർക്കോടകൻ തൻ്റെ ശരീരം ഒരു ചാൺ വലിപ്പത്തിലേക്ക് മാറ്റിയപ്പോഴാണ് നളൻ എന്ത് ചെയ്യുന്നത്? കാർക്കോടകനെ അതിനകത്തു നിന്നും അഗ്നിബാധയ്ക്കകത്തു നിന്നും വെളിയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞത്. അങ്ങനെ പാമ്പിനെ തറയിൽ വെക്കാൻ പോയപ്പോൾ കാർക്കോടകൻ പറഞ്ഞു, രാജാവേ, അങ്ങ് എന്നെ ഇപ്പോൾ തറയിലിടരുത്. അങ്ങ് എണ്ണിക്കൊണ്ട് കുറേ ചുവടുകൾ വെക്കുക. രാജാവായ നളൻ അപ്രകാരം ചെയ്തു. 10ാമത്തെ ചുവട് തറയിൽ വെക്കാൻ നേരത്ത് 10 എന്നർത്ഥമുള്ള ദശ എന്ന് നളൻ ചൊല്ലി. ദശ എന്ന് ചൊല്ലിയ ഉടനെ കാർക്കോടകൻ എന്ത് ചെയ്തു? നളനെ കൊത്തി. ഈ ദശ എന്ന വാക്കിന് കൊത്തുക എന്നൊരു അർത്ഥം കൂടിയുണ്ട്. അപ്പോഴേക്കും കാർക്കോടകൻ എന്ത് ചെയ്യുന്നു? ഈ നളനെ കൊത്തുന്നു. ഒരു ഉപകാരം ചെയ്തവനല്ലേ നളൻ? പക്ഷേ ആ ഉപകാരം ചെയ്യുന്നവനെ കൊത്തി മുറിവേൽപ്പിക്കുന്നത് ശരിയാണോ? അല്ല. എന്നാൽ കൊത്തിയാലല്ലേ നളനിൽ കയറിയിരിക്കുന്ന ആ കലിയെ പുറത്താക്കാനാകൂ. കലിയെ പുറത്താക്കിയെങ്കിൽ മാത്രമല്ലേ കാർക്കോടകൻ നളനോട് ചെയ്ത വാഗ്ദാനം പാലിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? കാർക്കോടകൻ നളനെ കൊത്തിയത്. കാർക്കോടകൻ കൊത്തിയത് മൂലം നളൻ്റെ രൂപം എന്ത് സംഭവിച്ചു? വിരൂപമായി. തുടർന്ന് കാർക്കോടകൻ തൻ്റെ യഥാർത്ഥ രൂപത്തിൽ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ആശ്ചര്യപ്പെട്ടു നിന്ന നളനോട് കാർക്കോടകൻ പറയുകയാണ്, ഹേ രാജാവേ, ഈ ഗതികേടിൽ അങ്ങയെ ആരും തിരിച്ചറിയാതിരിക്കുന്നതിനാണ് ഞാൻ അങ്ങയുടെ ഈ രൂപം മാറ്റിയത്. കലി അങ്ങേക്ക് വരുത്തി കൂട്ടിയ ദുഃഖം ചില്ലറയൊന്നുമല്ലല്ലോ. ഇപ്പോൾ അവൻ എൻ്റെ വിഷത്തിൽ തീക്ഷ്ണമായി അങ്ങയുടെ ശരീരത്തിലിരുന്ന് എരിയുകയാണ്. അങ്ങനെ രക്ഷിച്ചവനാണല്ലോ. ഇന്നു മുതൽ അങ്ങേക്ക് ഹിംസജന്തുക്കളിൽ നിന്നോ മറ്റു ശത്രുക്കളിൽ നിന്നോ ഒരു ഭയവും ഉണ്ടാവുകയില്ല. എൻ്റെ വിഷത്തിൻ്റെ പ്രഭാവം അങ്ങേക്ക് ഏൽക്കുകയില്ല. അത് അങ്ങയുടെ ശരീരത്തിൽ കുടികൊള്ളുന്ന കലിക്ക് മാത്രമേ ദോഷം ചെയ്യുകയുള്ളൂ എന്നൊക്കെ കാർക്കോടകൻ നളനോട് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, അങ്ങിപ്പോൾ ബാഹുകൻ എന്നൊരു പേര് സ്വീകരിക്കുക. അതിനുശേഷം അങ്ങ് അയോധ്യയിലേക്ക് പോവുക. ചൂതുകളിയിൽ വളരെ നിപുണനായ രാജാവാണ് അവിടെ ഇപ്പോൾ ഉള്ളത്. ഋതുപർണൻ എന്നാണ് പേര്. അവിടുന്ന് അദ്ദേഹത്തിന് അശ്വവിദ്യ പറഞ്ഞു കൊടുക്കുക. അതിനുശേഷം ഋതുപർണൻ അങ്ങേക്ക് ചൂതുവിദ്യ പറഞ്ഞു തരും. ഋതുപർണൻ അങ്ങയുടെ മിത്രവുമാകും. ചൂതിൻ്റെ രഹസ്യം അങ്ങ് മനസ്സിലാക്കുന്നതോടുകൂടി ഭാര്യയും മകളുമെല്ലാം അങ്ങേക്ക് തിരിച്ചു കിട്ടും. ഈ വിരൂപം എന്നു മാറണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുവോ അന്ന് എന്നെ സ്മരിച്ചുകൊണ്ട് ഞാൻ തരുന്ന ഈ വസ്ത്രം ധരിക്കുക. കാർക്കോടകൻ 2 ദിവ്യവസ്ത്രങ്ങൾ നളന് കൊടുക്കുകയും എന്നിട്ട് അതിനുശേഷം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. അവിടെ നിന്നും യാത്ര തിരിച്ച നളൻ 10ാം ദിവസം ഋതുപർണൻ്റെ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു. രാജദർബാറിൽ ചെന്ന അദ്ദേഹം താൻ ബാഹുകനാണെന്നും കുതിരകളെ മെരുക്കുന്നതിൽ ഞാൻ വളരെ വിദഗ്ധനാണെന്നും പറയുന്നു. അശ്വവിദ്യയിൽ എന്നോളം സമർത്ഥൻ വേറെ ആരുമില്ലെന്നും നളൻ പറയുകയാണ്. അങ്ങനെ ഒരുപാട് കീറാമുട്ടികളായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ തനിക്ക് പ്രാവീണ്യമുണ്ടെന്നുമൊക്കെ നളൻ രാജാവിനെ അറിയിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, എനിക്കൊരു ശമ്പളം തന്ന് എന്നെ ഇവിടെ ഒരു ജോലിയിൽ നിയമിക്കണമെന്ന് പറയുന്നു. ഉടനെ ഋതുപർണൻ പറയുകയാണ്, ബാഹുക, നീ എന്തായാലും ഇവിടെ എത്തിയത് നന്നായി. നാനാ തരത്തിലുള്ള നിൻ്റെ കഴിവുകളൊക്കെ അവിടെ ഇരിക്കട്ടെ. എനിക്ക് കുതിര സവാരി വലിയ ഇഷ്ടമാണ്. എൻ്റെ കുതിരകൾ പെട്ടെന്ന് പോകുന്ന രീതിയിൽ ശീഘ്രഗമനികളാക്കണം. അതായത് പെട്ടെന്ന് പോകുന്ന രീതിയിൽ അവരെ മെരുക്കണം. അതിന് വേണ്ടുന്ന പരിശീലനം നീ കൊടുക്കുക. നിന്നെ ഞാൻ അശ്വശാലയുടെ അധ്യക്ഷനായി നിയമിച്ചിരിക്കുന്നു. നിനക്ക് ഓരോ മാസവും 10,000 നാണയം ശമ്പളമായി കിട്ടും. ഇതുകൂടാതെ നിനക്ക് 2 സഹായികൾ ഉണ്ടാകും. അവരാണ് ജീവലനും വാർഷ്ണേയനും. വാർഷ്ണേയൻ ആരാണ്? നളൻ്റെ സാരഥി തന്നെയായിരുന്നു അല്ലേ? നളൻ്റെ ഒരു സഹായിയായിരുന്നു. ആ വാർഷ്ണേയനെയാണ് ദമയന്തി കുട്ടികളെയും കൂട്ടി അച്ഛൻ്റെ കൊട്ടാരത്തിലേക്ക് വിട്ടത്. അങ്ങനെ നളൻ ഋതുപർണൻ്റെ കൊട്ടാരത്തിൽ ജീവിക്കുകയാണ്. പക്ഷേ വാർഷ്ണേയനൊന്നും നളനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? വേറൊരു രൂപത്തിലാണ് നളൻ ഇപ്പോൾ ഉള്ളത്. പക്ഷേ രാജാവായ നളൻ എല്ലാ ദിവസവും രാത്രിയിൽ ദമയന്തിയെക്കുറിച്ച് ഓർത്ത് കരയുമായിരുന്നു. എന്നിട്ട് ഇങ്ങനെ എപ്പോഴും ആലോചിക്കും, ദൈവമേ, ദമയന്തി ഇപ്പോൾ എവിടെയായിരിക്കും? വിശന്ന് വലയുകയായിരിക്കുമോ? അച്ഛൻ്റെ അടുത്ത് എത്തപ്പെട്ട് കാണുമോ? ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നും ദമയന്തിയെ ഓർത്ത് നളൻ ഇങ്ങനെ വിഷമിച്ച് ആ കൊട്ടാരത്തിൽ കഴിഞ്ഞുകൂടുകയായിരുന്നു. ബാക്കി നമുക്ക് അടുത്ത ദിവസം നോക്കാം. കഥ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ? കഥയൊക്കെ എല്ലാവരും കേൾക്കണം. അതുപോലെ ഭഗവത്ഗീതയുടെ ക്ലാസ്സുകൾ ഞാൻ പറയുന്നുണ്ട്. അതിൽ എല്ലാവരും പോയി കാണണം ആ ഭഗവത്ഗീതയുടെ ക്ലാസ്സുകളൊക്കെ. അതുപോലെ ഇന്ന് മുതൽ ദുർഗാ സപ്തശ്ലോകി നിർബന്ധമായും നിങ്ങളെല്ലാവരും ജപിക്കണം. അത് വളരെ പ്രാധാന്യമാണ്. മാഘമാസത്തിലെ നവരാത്രിയാണ്. അതുകൊണ്ട് ദുർഗാ സപ്തശ്ലോകിയുടെ പാരായണം വളരെ ഉത്തമമാണ്. നമുക്ക് ദേവീ മഹാത്മ്യം മുഴുവൻ ഒന്നും വായിച്ചു തീർക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഇത് വളരെ
എളുപ്പമാണ് നമുക്ക് വായിക്കാൻ. പക്ഷേ ദേവീ മഹാത്മ്യം വായിക്കുന്നതിൻ്റെ മുഴുവൻ വായിച്ചു തീർക്കുന്നതിൻ്റെ അത്രയും തന്നെ ഫലമാണ് ദുർഗാ സപ്തശ്ലോകി ജപിക്കുന്നത്. ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, ഒന്ന് എഴുതി വെച്ചാൽ മതി. അത് നമുക്ക് എല്ലാവർക്കും ജപിക്കാം. അതുപോലെ ലളിതാ സഹസ്രനാമം ജപിക്കാം. ദേവീ പ്രാർത്ഥന ഈ 9 ദിവസവും നിങ്ങളെല്ലാവരും ചെയ്യുക. അതുപോലെ ദിവസവും ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ ഒരു വീഴ്ചയും വരുത്തരുത്. എന്നും ജപിക്കുക, കഥകളൊക്കെ കേൾക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.